കാശി, നീ വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അവളൊന്നും ചെയ്യില്ല അവനെ. വിഷ്ണുവിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഈ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാശിക്ക് ഈ വിഷ്ണുവിനെ ഞങ്ങൾ കൊണ്ട തന്നിരിക്കും. നീ ഇങ്ങനെ വിഷമിക്കല്ലടാ. എൻ്റെ മോൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതല്ലേ. നീ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ പറ്റാത്തോണ്ടാ. ഇല്ല, തെറ്റെന്റെ ഭാഗത്താ. എല്ലാരും നിങ്ങളെ പോലെ അല്ലാന്ന് മനസ്സിലാക്കണമായിരുന്നു ഞാൻ. നിങ്ങളെ പോലെ എല്ലാരും അക്സെപ്റ്റ് ചെയ്യൂലെന്ന് എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല അമ്മേ. അറിയാണ്ട് അതിനിടയ്ക്ക് ആന്റി കയറി വരുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്കിവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. എനിക്ക് അവനെ ഒന്ന് കാണണം. കാണാം, നീ വിഷമിക്കണ്ട. അവനൊന്നും പറ്റില്ല. അവനെ ആരും ഒന്നും ചെയ്യില്ല. നീ ഇങ്ങനെ കരയില്ലടാ. അമ്മയുടെ പൊന്നല്ലേ. ഒന്നില്ലേലും നീ ഒരു സഖാവല്ലേ. എന്തിനാടാ ഇങ്ങനെ തളരുന്നേ? പറ്റുന്നില്ല അമ്മേ. ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഇല്ലായിരുന്നു. ബട്ട് അവൻ, ഹീസ് മൈ വീക്ക്നെസ്. എനിക്ക് അവനില്ലാണ്ട് പറ്റൂല. ഇപ്പൊ തന്നെ എനിക്ക് ആലോചിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇവിടെ. കാശി, ഐ ഹാവ് സംതിങ് ടു സേ. ഞാൻ എല്ലാം അറിഞ്ഞായിരുന്നു. അത് ഗായത്രി ആൻറ്റി നാളെ തന്നെ വിഷ്ണുവിനെ തിരിച്ച് കോളേജിലേക്ക് അയക്കുക. ആൻറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. പ്രിൻസിപ്പലിനെ വിളിച്ച് സസ്പെൻഷൻ ആൻറ്റി നീക്കം ചെയ്തു. നാളെ തന്നെ വിഷ്ണുവിനെ പറഞ്ഞു വിടുമെന്നാ പറഞ്ഞ്. എന്താ ചെയ്യാ? അങ്ങോട്ടാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ആദ്യമുണ്ട്. ആദ്യം അവനെ നോക്കിക്കോളും. ഞാനും പോവാ. എനിക്ക് അവനെ കാണണം. അമ്മേ, ഞാനും നാളെ തിരിച്ചു പോവാ. മോനെ, അതിന് നിന്റെ സസ്പെൻഷൻ തീരാൻ ഇനിയും ഇല്ല ഒരാഴ്ച. അത് സാരില്ല. ഞാൻ നാളെ പോയിട്ട് ഹോസ്റ്റലിലല്ലേ കയറാൻ പറ്റത്തുള്ളൂ. ആദീനെയോ കിച്ചുവിനെയോ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ശരിയാക്കിക്കോളാം. അതിനൊന്നും കുഴപ്പമില്ല. എനിക്ക് പോണം അമ്മേ, പ്ലീസ്. എങ്കിൽ കാശി, ഞാനിത് വിഷ്ണുവിനോട് പറയട്ടെ. ഹീസ് ക്രൈയിങ്. അവൻ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ആൻറ്റി അവനെ ഒരുപാട് തല്ലി. ഞാൻ എത്ര പറഞ്ഞിട്ടും ആൻറ്റി ഞാൻ പറയുന്ന ഒന്നും കേട്ടില്ല. എന്നെ തള്ളി മാറ്റി ആൻറ്റി അവനെ ഒരുപാട് തല്ലി, ഒരുപാട് വഴക്ക് പറഞ്ഞു. തോന്നി, തല്ലി കാണും, ഉപദ്രവിച്ച് കാണും എന്നൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെയാ എനിക്കിവിടെ ഇരിക്കാൻ പറ്റാത്തത്. നീ അവനോടൊന്ന് പറയണം, വിഷമിക്കേണ്ട, ഞാനുണ്ടെന്ന്. ഓക്കെ, ഞാനിത് എന്തായാലും വിഷ്ണുവിനോട് പറഞ്ഞേക്കാം. ആൻഡ് കാശി, യു ഡോണ്ട് ഹാവ് ടു വറി. ഗോഡ് വിൽ ബി ഓൾവേസ് വിത്ത് യു. നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താടാ വിഷ്ണു നിനക്ക് പറ്റിയേ? ഒന്നും മിണ്ടുന്നുമില്ല. ഇങ്ങനെ ഒരു ഇരിപ്പന്നെ. നീ കരഞ്ഞോ? ആന്റി എന്തിനാ സസ്പെൻഷൻ വിളിച്ച് നീക്കി നിന്നെ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് അയച്ചേ? ഒന്ന് പറയടാ. ആദി, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടം. എനിക്ക് അവനെ വിട്ടു നിൽക്കാൻ പറ്റില്ല ആദി. മമ്മി പറയുന്ന പോലെ എനിക്ക് അവനെ മറക്കാനൊന്നും പറ്റില്ല. എനിക്ക് രോഗമൊന്നുമില്ല. രോഗോ? ഇഷ്ടോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഒന്ന് തെളിച്ചു പറ, കരയില്ലേ. ഞാൻ നിന്നോടൊരു സഖാവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് നമ്മുടെ കാശിയ. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടം. അവൻ എന്നെ ഇഷ്ടം. ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷേ മമ്മി സമ്മതിക്കുന്നില്ല. മമ്മി പറയുക എനിക്കെന്തോ രോഗമാണെന്ന്. എടാ, എനിക്ക് ഒരാളെ ഇഷ്ടമെന്നുള്ളത് രോഗം എങ്ങനെയാടാ ആവുന്നേ? ഇതാണോ അന്ന് നീ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്? അപ്പോ സഖാവാണല്ലേ കാശി? എടാ, ഈ കാര്യത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും ഏകദേശം ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ബട്ട് പാരൻസ് എതിർത്തുകൊണ്ടല്ല, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നോട് നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരവില്ലടാ. നിന്നെ ആശ്വസിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. ഞാൻ അറിഞ്ഞു, ദേവൻ നിന്നെ പ്രപ്പോസ് ചെയ്തതല്ലേ? കാശി എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് കാശി ഇപ്പം എവിടെയാ? നാട്ടിലാണോ? അതോ അവൻ ഇങ്ങോട്ട് വന്നോ? എനിക്കറിയില്ല. എന്നോട് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞ്, പക്ഷെ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. എനിക്ക് പേടിയാതി. മമ്മി എന്ത് ചെയ്യാനും പഠിക്കൂല. ഞാനും അവനും ഒരു കോളേജിലാന്ന് അറിഞ്ഞ ഉറപ്പാ മമ്മി എന്നെ മാറ്റും. മമ്മി അതറിയാൻ പാടില്ല. അവൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. അവനൊന്നും പറ്റില്ല. അവനിങ്ങ് എത്തിക്കോളും. നീ ഇപ്പോൾ ഒന്ന് കിടക്ക്. നോക്കിയേ, മുഖം മുഴുവനും കരഞ്ഞൊരു മാതിരിയാക്കി. നീ ഒന്നും കഴിച്ചില്ലല്ലോ. നീ ഫുഡ് കഴിച്ചിട്ട് കിടക്ക്. അപ്പോഴേക്കും കാശി വിളിക്കും, കേട്ടോ?
വിഷ്ണു അവനെന്തിയെ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, അവന് കുഴപ്പമൊന്നുമില്ല. അവൻ ഉറങ്ങുവാ. നീ എന്തായാലും മുറിയിലേക്ക് ചെല്ല്. ഇത്രയും നേരം ഭയങ്കര കരച്ചിലായിരുന്നു. എങ്ങനെയൊക്കെയാണ് അവന് ഫുഡ് കഴിപ്പിച്ച് ഉറക്കിയത്. അവൻ ഗസ്റ്റ് റൂമിലുണ്ട്. കാശി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ കരയല്ലേ, വിഷമിക്കല്ലേ, പോട്ടെ. നീ തന്നെയില്ല അന്ന് എന്നോട് പറഞ്ഞ് പാരൻസിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാന്ന്. എല്ലാം വിട്, ഞാനിപ്പോൾ നിന്റെ അടുത്തില്ലേ, വിട്ടുകളാ. എന്നാലും മമ്മി ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എന്നെ ഒരുപാട് തല്ലി, വഴക്കു പറഞ്ഞു. അയ്യേ, ഇതിനൊക്കെ നീ ഇങ്ങനെ കരയുവാണോ? പോട്ടെടാ, മമ്മിയല്ലേ, പ്രശ്നമില്ല. എന്നെ വെല്ലുവിളിച്ച ആ വിഷ്ണു എന്തിയേ? എനിക്ക് ആ വിഷ്ണുവിനെ മതി. കരയുന്ന വിഷ്ണുവിനെ എനിക്ക് വേണ്ട. കരയില്ലടാ, നീ കരയുന്നത് കാണാൻ പറ്റില്ല, പ്ലീസ്. ദേ, കരച്ചിലൊക്കെ മതി, നിർത്തി. ഒന്ന് ചിരിച്ചേ. എൻ്റെ വിഷ്ണു അല്ലേ, ഒന്ന് ചിരിക്കടാ. ആഹാ, ഇതാര്? വിഷ്ണുവോ? സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് എത്തിയല്ലോ. ആ, എത്തി. ഹായ് ദേവ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലടാ, നിനക്ക് സുഖം തന്നെയല്ലേ? ഞാൻ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിന്നുപോയതാ. അതൊക്കെ വിട്. വിഷ്ണു, നീ അറിഞ്ഞോ, നെക്സ്റ്റ് വരുന്ന വെനസ്ഡേ നമ്മുടെ കോളേജ് ഡേ ആണ്. പൊളിക്കണം. എൻ്റെ ഒരു ഡാൻസ് ഉണ്ട്, കാശിയുടെ ഒരു പാട്ടുണ്ട്, പിന്നെ ഇവൻ്റെ ഒരു പിയാനോ വായിക്കലുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ കൊടുത്തിരിക്കുന്നേ? ഞാൻ വരയ്ക്കാൻ, പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൻ ഡാൻസിനുണ്ട്. കാശിൻ്റെ പാട്ടുണ്ടല്ലേ? ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് പാട്ടുകാരനാണ് കാശി. അത് നിനക്കറിയില്ല? പിന്നെ പ്രിൻസിപ്പൽ സാറ് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. മുമ്പൊക്കെ അടഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇത് ചുമ്മാ ഉണ്ടാക്കിയ റൂമറാന്നൊക്കെ വിശ്വസിച്ച് അങ്ങേര് പറഞ്ഞു കാശീനെ തിരിച്ചു വിളിക്കാം, അങ്ങനെ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പ്രോബ്ലം എല്ലാം സോൾവ് ആയി. എന്തായാലും മൺഡേ തൊട്ട് കാശി വരും. എന്നിട്ട് വേണം ഇവിടെ ഒന്ന് ഇറങ്ങി കലക്കാൻ. സോ ഗൈസ്, എല്ലാവരും ഡാൻസ് കളിച്ച് മടുത്തിരിക്കാന്നൊക്കെ അറിയാം. നമുക്കൊരു പാട്ടായാലോ? അതും നമ്മുടെ സ്വന്തം കോളേജ് ചെയർമാൻ പാടിയാൽ എങ്ങനെ ഉണ്ടാവും? ലെറ്റ്സ് വെൽക്കം കാശിനാഥ് ഓൺ ടു ദി സ്റ്റേജ് ഫോർ എ ബ്യൂട്ടിഫുൾ സോങ്. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചൽ നാദം പാടും പാട്ടിൻ്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ടു പാടാൻ മോഹിച്ചു നിൽപ്പാണു ഞാൻ നിനക്കെന്തഴകാണഴകേ നിറവാർമഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. എന്ത് പറ്റി മിസ്റ്റർ വിഷ്ണു? ഇവിടെ വന്ന് ഒറ്റയ്ക്കൊരു നിൽപ്പ്? പോടാ ദുഷ്ട, നീ എന്നോട് പറഞ്ഞില്ലല്ലോ നീ ഇത്രയും നന്നായിട്ട് പാടുമെന്ന്. ഇതാണോ പ്രശ്നം? ഞാനിതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു.
എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് നീ പാടുന്നതൊക്കെ, നല്ല സൗണ്ടാ. പെയിന്റിങ് എന്തായി? നിന്റെ പെയിന്റിങ് എവിടെയാ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? ആ, നീ എനിക്ക് സർപ്രൈസ് തന്ന പോലെ അത് നിനക്കും ഒരു സർപ്രൈസാ. ആ, എവിടെയാണാവോ ഇത് വെച്ചിരിക്കുന്നേ? അതെങ്കിലും പറ, ഞാൻ പോയി കണ്ടോളാം. അത് നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലുണ്ട്. എന്നാ അത് ഇപ്പൊ പോയി കണ്ടിട്ടേ ബാക്കി ഇനി പണിയുള്ളൂ. ഞാൻ എന്നാ പോയി കണ്ടിട്ട് വരാം. നീ വരുന്നോ? ബാ. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഏറ്റവും സന്തോഷമേറിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ. പ്രത്യേകിച്ച് കാശിക്കും വിഷ്ണുവിനും. ഒരു ചിന്തയുമില്ലാതെ, ബാക്കിയുള്ളവരെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ലൈഫ് എൻജോയ് ചെയ്ത് മാക്സിമം അവരുടെ ഡേയ്സ് എല്ലാം ആസ്വദിക്കുമായിരുന്നു അവർ. ഇത് ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്ന് കാശിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തും നേരിടാനുള്ള കഴിവ് അവർ ഓൾറെഡി ആർജിച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ വിഷ്ണു അങ്ങനെ അല്ലായിരുന്നു. എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും കാശിയുടെ ഒരു കാര്യം വരുമ്പോൾ അവൻ തളർന്നു പോകും. ഞാൻ നിങ്ങളെ എന്തിനാ വിളിപ്പിച്ചതെന്ന് പറയണ്ടല്ലോ. ഗ്രൂപ്പിൽ വന്ന വീഡിയോയും മെസ്സേജസും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോ നോക്കിയാലും എനിക്ക് നിങ്ങളെ രണ്ടുപേരും കൊണ്ട് എന്ത് പ്രശ്നമെന്നറിയോ? ഇത് വെറും റൂമർ ആണെന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടനൊന്നുമല്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുറെ ദിവസമായിട്ട്. ടീച്ചർമാരും പറയുന്നുണ്ട്, കുട്ടികളും പറയുന്നുണ്ട്. സോ വാട്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ടു? സർ, ഇതൊക്കെ കുറച്ച് ഓവറാണ്. അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കോളേജ് ഗ്രൂപ്പിൽ വന്നത് അതെടുത്ത് ഇട്ടവന്മാരെ വേണം പണിഷ് ചെയ്യാൻ. അവരെന്തിനാ ഞങ്ങളുടെ കാര്യം അന്വേഷിച്ച് ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? ആൻഡ് യു നോ, പ്രൈവസി കയറി ഇടപെടുന്നത് ശരിയല്ല. ഞങ്ങളുടെ പേഴ്സണൽ സമയത്ത് ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ അവർക്ക് ആരും അനുവാദം കൊടുത്തത്? കാശി, സ്റ്റേ ഇൻ യുവർ ലിമിറ്റ്സ്. ചെയർമാനാന്ന് പറഞ്ഞ് എന്ത് പറയാമെന്ന് വിചാരിക്കരുത്. എന്തും കാണിക്കാന്നു. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? മുമ്പെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും അടി വഴക്ക്, അതിന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ്സ്. ആൻഡ് ഇത് നിങ്ങളുടെ പാരന്റ്സിനെ ശരിക്കും നേരിട്ട് വിളിപ്പിക്കണമായിരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് എന്റെ മര്യാദ കാരണം. ഇതിവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ പാരന്റ്സിനെ വിളിക്കോ ഒരു പ്രോബ്ലം ആക്കുകയോ ഇല്ല. ഇനിയും ഇത് തുടരാനാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ഞാൻ നിങ്ങളുടെ പാരന്റ്സിനെ വിളിക്കും. കാരണം എനിക്ക് വലുത് എന്റെ കോളേജിന്റെ റെപ്യൂട്ടേഷനാണ്. ഇങ്ങനെയുള്ള രണ്ടുപേര് പഠിക്കുന്ന ഒരു കോളേജാണെന്ന് പുറത്ത് പറഞ്ഞു നടക്കാൻ എന്തൊരു അറപ്പാണെന്ന് അറിയൂ? സാറേ, അറപ്പും വെറുപ്പും കാണിക്കാൻ ഞങ്ങൾ ക്രിമിനൽസ് അല്ല, റേപ്പിസ്റ്റും അല്ല. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാ സാർ ഇത്രയും കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ? ഹാ, പിന്നെ ഇതിന്റെ കാര്യത്തില് കോളേജിന്റെ പേര് എവിടെ നഷ്ടപ്പെടാനാ? ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ സൊസൈറ്റിയിൽ ഉള്ളതല്ലേ? യുനോ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഇതൊക്കെ ഒരു രോഗമാണെന്നും ഇതിനൊന്നും പരിഹാരമില്ലാത്തതിന്റെ അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോഭാവം കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഒന്നെങ്കിൽ ഈ സംഭവം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് നിർത്തുക. രണ്ടാമത് TC മേടിച്ച് പൊക്കോളുക. സാറേ, നാക്ക് നീളെ എനിക്ക് ഇത്ര പട്ടമുണ്ട്, ഞാൻ ഇന്നവരെ പഠിച്ചിട്ടുണ്ട്, ഇന്ന കോളേജിന്റെ പ്രിൻസിപ്പാൾ ആണെന്നൊന്നും പറഞ്ഞു നടത്തിട്ട് കാര്യമില്ല. കുറച്ചെങ്കിലും കോമൺ സെൻസ് വേണം. രോഗം ഇത്. നാളെ സാറിന്റെ മക്കളിൽ ഒരാൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യും? മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യൂ? കാശി, ഞാൻ പറഞ്ഞു സ്റ്റേ വിത്തിൻ യുവർ ലിമിറ്റ്സ് എന്ന്. എന്തായാലും ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഒഴിഞ്ഞു മാറി പോയേ പറ്റൂ. അതെന്ത് പരിപാടിയാ സാറേ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയില്ല. സാറിന്റെ മോനാണ് ഇങ്ങനെയെങ്കിൽ സാറ് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കോ അതോ വീട്ടിൽ ചങ്ങലയ്ക്ക് പൂട്ടിയിടുവോ? അതിനെന്നാ മറുപടി ഇല്ലേ? ഇത്രയും പഠിച്ചതല്ലേ, ഇത്രയും വലിയ അറിവ് നേടിയ ഒരു വ്യക്തിയല്ലേ, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് സാറിന് ചിന്തിച്ചൂടെ? സാർ, ഇത് 1990s അല്ല, 2025 ആണ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ളത് വലിയ പാപമൊന്നുമല്ലല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങളൊക്കെ പാപികളാണെങ്കിൽ കൊച്ചു കുട്ടിയെന്ന് പോലും വെക്കാതെ റേപ്പ് ചെയ്ത് കൊല്ലുന്നവരൊക്കെ വിശുദ്ധന്മാരാണോ? ഇതിനൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിവേ, സാർ ഞങ്ങളുടെ പാരന്റ്സിനെ വിളിക്കുകയെ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്തിക്കാം. നോ പ്രോബ്ലം. എല്ലാം നേരിടാൻ റെഡി ആയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വിഷ്ണു, നീ വന്നേ. വിഷ്ണു, നീ പേടിക്കണ്ട.
ആരെന്ത് പറഞ്ഞാലും ഇനി നാളെ ഗായത്രി ആൻറ്റി വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ നിന്നാലും ഞാൻ എന്തായാലും നിന്നെ ഇനി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നിന്നെ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ എൻ്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ട്. അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, കേട്ടല്ലോ. ഇനി കടന്ന് മോങ്ങാൻ നിൽക്കരുത്. ഇല്ലേ ഹാ, നീ എന്നെ പേടിപ്പിക്കുവാണോ? ഞഞ്ഞ. എന്നാലും ഇവരാരും എന്താ കാശി നമ്മളെ മനസ്സിലാക്കാത്തെ? അത് മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ. ഓ, ഇവർ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവരറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ജീവിക്കാൻ. വിട്ടുകളാ മോനെ, വിട്ടുകളാ. എന്നാലും കാശി, നമ്മുടെ സ്റ്റഡീസ്, ഗ്രാജുവേഷൻ ഇനിയുണ്ട് ദിവസങ്ങൾ, എക്സാം എടുക്കാറായി. ഈ സമയത്ത് TC മേടിച്ച് വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ പഠിക്കും, ഇവിടെ തന്നെ ഗ്രാജുവേറ്റ് ചെയ്യും. അതൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. അപ്പനും അമ്മയും ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ, എല്ലാം തീരും പോരെ. എന്തായാലും അമ്മ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വരും, അത്രേ ഉള്ളൂ. എന്താടാ മക്കളെ, എന്താ പ്രശ്നം? നിങ്ങൾ ആദ്യം പറ, എന്നിട്ട് നമുക്ക് പ്രിൻസിപ്പളെ കാണാൻ പോവാം. സീരിയസ് പ്രശ്നമൊന്നും അല്ല അച്ഛാ. ഞങ്ങൾ രണ്ടുപേരും റിലേഷനിലാണെന്ന് ആരോ ഗ്രൂപ്പിൽ എടുത്തിട്ടു, ഫോട്ടോസ് ഇട്ടു. അത് പ്രിൻസിപ്പൾ കണ്ടു, അയാൾക്കത് പിടിച്ചില്ല. ഞങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ലെന്നാ അയാൾ പറയുന്നത്. അതിനായി ഇപ്പൊ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അയ്യേ, ഇതിനാണോ അയാൾ വിളിച്ച് അത്രയും തള്ളിയത്? ഞാൻ വിചാരിച്ചു നീ കോളേജിൽ വീണ്ടും അടിയുണ്ടാക്കി അതിനാ വിളിക്കുന്നേന്ന്, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ആ, അപ്പോഴേക്ക് വിളിച്ച് അങ്ങോട്ട് കുറെ തള്ളി കാണുമെന്ന് അറിയാം. യവന്റെ അമ്മ ഇപ്പൊ പടയളകി വരും. അതിനാണ് ഞങ്ങൾ രണ്ടുപേരും കാത്തിരുന്നത്. എന്തായാലും ആദ്യത്തേത് നിങ്ങളാ. ഓ, അവള് വന്നിട്ട് കൊറേ പറയട്ടെ. അല്ലടാ വിഷ്ണു, അവക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണോ ഈ മുത്തിനെ? നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പിച്ചുമോൻ എന്ത് പറ്റി? ഒന്നുമില്ല രാധമ്മേ, ഞാൻ അപ്പേനെ കുറിച്ച് ഓർത്തതാ. അപ്പ എന്തെങ്കിലും അറിഞ്ഞോ ആവോ? അവൻ അറിഞ്ഞാലും നിന്റെ അമ്മേനെ പോലെ എന്തായാലും വലിയ പ്രശ്നമൊന്നും ആക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ കൂടെ പഠിച്ചതാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവന് നിന്നെ മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവും ഉണ്ട്. അവനൊന്ന് എത്തിക്കോട്ടെ, അതോടെ നിന്റെ അമ്മയുടെ എല്ലാ കളിയും നിന്നോളും. പറഞ്ഞു വാ എടുത്തില്ല. 100 ആയുസ്. ദേ വരുന്നു ഗായത്രി ആന്റി. ഡാ വിഷ്ണു, നീ എന്തിനാ അവരോട് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുന്നേ? അവിടുന്ന് ശല്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വിട്ടെ. അപ്പോഴേക്ക് ഇവിടെയും. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ നിന്നെ ഈ കോളേജിൽ നിന്ന് മാറ്റിയേനെ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. നാണം കെടുത്താനായിട്ട് പ്രിൻസിപ്പൾ വരെ അറിഞ്ഞു. ഞങ്ങൾക്കൊന്നും ഇത് വലിയ നാണക്കേടായിട്ട് തോന്നിയില്ലല്ലോ ഗായത്രി. നിനക്ക് പിന്നെ എന്താ ഇങ്ങനെ തോന്നാൻ? പിന്നെ അവനെ പിടിച്ച് വലിക്കൊന്നും വേണ്ട. അവൻ ഞങ്ങളുടെ കൂടെ വർത്താനം പറഞ്ഞെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞൊന്നും വീഴാൻ പോകുന്നില്ല. പ്രിൻസിപ്പളെ കാണാൻ വന്നതല്ലേ, കണ്ടിട്ട് പോവാൻ നോക്ക്. വാടാ, നമുക്ക് കയറാം. വിച്ചു, നീ ഞങ്ങളുടെ കൂടെ വാ. നിങ്ങളെ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്നാ നിങ്ങളുടെ തീരുമാനം? എന്ത് തീരുമാനം? വിഷ്ണുവിന്റെ TC ഇങ്ങ് തന്നേക്ക്. ഞാൻ എന്തായാലും അവനെ മാറ്റാൻ പോവാ. ഇനി എന്തായാലും ഇവിടെ പഠിക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. ഞാൻ വരൂല. എനിക്ക് മാറാൻ താല്പര്യമില്ല. എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങളുടെ മക്കള് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരിവിടെ തന്നെ പഠിക്കും. എന്തിനാ വെറുതെ TC ഒക്കെ മേടിച്ച് വലിയ പ്രശ്നമാക്കുന്ന സാറേ? നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ. ഇത് വളരെ വലിയൊരു തെറ്റാണ് ഇവർ ചെയ്യുന്നത്. അതിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞങ്ങളുടെ കണ്ണിൽ അതൊരിക്കലും തെറ്റല്ല. നിങ്ങളെ പോലെ ചിന്തിക്കുന്ന കുറച്ചു പേരുടെ കണ്ണിൽ മാത്രമായിരിക്കും അത് തെറ്റ്. സാറിനെ പോലെ തന്നെ ഞാനും ഒരു മാഷ, ഒരു റിട്ടയർഡ് മാഷ്. എനിക്കും അറിയാം ഒരുപാട് കാര്യങ്ങളും, എനിക്കും അറിയാം സംസാരിക്കാൻ. ബട്ട് ഇതൊരു പ്രോബ്ലം ആക്കാത്തത് ഇവിടെ സാറിന്റെ ഭാഗത്ത് മാത്രം തെറ്റ്. കുട്ടികളെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ പ്രശ്നം നിങ്ങളുടെ ചിന്താഗതിയാണ്. ഞങ്ങളുടെ കോളേജിന്റെ ഹിസ്റ്ററിയിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. ഇനിയുള്ള പിള്ളേരും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വന്നേക്കൊന്നിരിക്കും. അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല സാർ. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? അനുവദിച്ചു കൊടുത്താൽ എന്താ സാറേ? കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്ന പിള്ളേരൊന്നും അല്ലല്ലോ, ഇല്ലെങ്കിൽ പെൺപിള്ളേരെ കയറി പിടിക്കുന്ന പിള്ളേരൊന്നും അല്ലല്ലോ. തമ്മിൽ ഇഷ്ടം അത്ര മാത്രല്ലേ അവർ ചെയ്തിട്ടുള്ളൂ. എന്റെ സാറേ, പ്രണയം എന്ന വികാരം ആർക്കാരോട് വേണമെങ്കിലും തോന്നാം. ഒരാണിന് ഒരു പെണ്ണിനോടും ഒരു പെണ്ണിന് ഒരാണിനോട് മാത്രമേ വികാരം തോന്നാവൂന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇത്രയും പഠിപ്പും അറിവും ഉണ്ടായിരുന്നിട്ട് മാഷിനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാഷിന്റെ വലിയൊരു ഫെയിലിയർ തന്നെയാണ്. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? അതോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സർ, ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി ഇതൊക്കെ എപ്പോ നടക്കാനാ? കാശി ഞങ്ങളുടെ മോനാ. അവനെ ഞങ്ങൾ ഒരിക്കലും തള്ളി പറയുകയില്ല. കാരണം ഇത് അവന്റെ തെറ്റല്ല. ഇനിയും സാറിന്റെ മനോഭാവത്തിന് യാതൊരു മാറ്റമില്ല. TC തന്ന് വിടാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ കുഴപ്പമില്ല, തന്നോളൂ. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിച്ചോളാം. ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ള യോഗ്യത ഇല്ല എന്നല്ല പറയേണ്ടത്.
ഈ കോളേജിന് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ എന്തൊരു മണ്ടനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഐ എം സോറി. എന്റെ മനോഭാവം തെറ്റായിരുന്നു, അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഐ എം സോറി കാശി. വിഷ്ണു, ഐ എം റിയലി സോറി. ആൻഡ് പാരൻസിനോട് വെരി സോറി. ഇവരിവിടെ തന്നെ പഠിച്ചോട്ടെ, യാതൊരു കുഴപ്പമില്ല. എന്തായാലും ഈ കാര്യം പിള്ളേരിൽ വലിയ ചർച്ച ഉണ്ടാകാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. യു ക്യാൻ ലീവ് നൗ. വിഷ്ണു, ഇനി നിന്നെ ആ ഭാഗത്ത് കണ്ടുപോരുത്. ഞങ്ങൾക്കിനി ഇങ്ങനെ ഒരു മോനില്ലാന്ന് ഞങ്ങൾ വിചാരിച്ചോളാം. എന്തായാലും നിന്നെ പോലൊരു സാത്താനെ ഞങ്ങൾക്ക് വേണ്ട. സാരില്ല ഗായത്രി, നിന്നേക്കാളും സ്നേഹം കൊടുത്ത് അവനെ നോക്കാൻ ഞങ്ങളുണ്ട്. നീ വിട്ടോ, ഒരു പ്രശ്നവുമില്ല. അവൻ അതിൽ യാതൊരു വിഷമവും ഇല്ല. വിഷ്ണു, എന്തായടാ, എല്ലാം സോൾവ് ആയോ? ആടാ, എല്ലാം സോൾവ് ആയി, ഒരു പ്രശ്നവുമില്ല. ഇതാണ് രാധമ്മ, പിന്നെ ഇത് മാധവ മാഷ്. ആഹാ, മോനാണോ ആദി? സുഖല്ലേടാ? ഇവൻ എന്നെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അവിടെ വന്ന്. ആദി ആദി ആദി, അവിടെ വന്ന് അത് മാത്രമേ പറയാനുള്ളൂ. മോനെ, സമൂഹം എന്ത് വിചാരിക്കും എന്ന് വെച്ച് മനസ്സിനെ പൂട്ടിവെക്കുന്നത് ശരിയല്ല. ആരെന്ത് വിചാരിച്ചാലും നിനക്കെന്താ? നിന്റെ ലൈഫല്ലേ വലുത്. നീ ദേവേനോടൊന്ന് സംസാരിക്കുക കേട്ടോ. നിന്റെ എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞായിരുന്നു. യു ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് ദ സൊസൈറ്റി, ഓക്കെ? ബാക്കിയുള്ളവർ എന്ത് പറയുമെന്ന് വെച്ച് ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ലൈഫാവില്ല. പിന്നെ എന്നിട്ടും നിങ്ങളെ സ്വീകരിക്കാൻ ആർക്കും തോന്നുന്നില്ല, അല്ലെങ്കിൽ ആരും തയ്യാറല്ല എങ്കിൽ രാമപുരത്തോട്ട് വന്നാൽ മതി. അവിടെ വീട്ടിൽ ഞാനും ഉണ്ടാവും, മാധവേട്ടനും ഉണ്ടാവും. നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ രാധമേനോടോ അല്ലെങ്കിൽ മാധവേട്ടനോടോ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ രാധമേ, ഞാൻ ഓൾറെഡി ദേവേനോട് സംസാരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിവേ, ഞാൻ ഉടനെ തന്നെ അവനെ കണ്ട് സംസാരിക്കും. ആൻഡ് കാശി, യു ആർ സോ ലക്കി ടു ഹാവ് സച്ച് എ പാരൻസ്. വിഷ്ണു, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? ഒന്നുമില്ലടാ, എല്ലാവരുടെയും പാരൻസ് വരും, എൻ്റെ അവിടുന്ന് മാത്രം ആരും ഉണ്ടാവില്ല. ഇതിനാണോ ഇവിടെ വന്ന് നിൽക്കുന്നേ? രാധമ്മയും മാധവ മാഷും വന്നിട്ടില്ലേ? പിന്നെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അവിടെ പോയി നോക്ക് നീ, അത് ആരാന്ന്. അപ്പാ, എന്താടാ നോക്കി നിൽക്കുന്നേ? നിന്നെ ഞാനങ്ങ് വിട്ടുകളയും നീ വിചാരിച്ചോ? നീ എന്റെ മോനല്ലേടാ. ഇപ്പൊ എന്റെ മോനെ വിഷമമൊക്കെ മാറിയില്ലേ? എന്നാ ചെല്ലങ്ങോട്ട്, ദേ കാശി അവിടെ നിപ്പുണ്ട്. നിന്നിലെ വെള്ളി മിന്നൽ എൻ കണ്ണിൽ പൂക്കുന്നേ, ചെമ്മുകിൽ പോലെ നീ എന്നും കാന്തി പരത്തുന്നേ, ഉമ്മകൾ നൽകുവാനായി തെന്നൽ പൊതിയുന്നേ, ലോകം മുഴുവൻ അഴകേ നിൻ മുന്നിൽ നമിക്കുന്നേ, പൂഞ്ചോലയായി നീ ചിരി തൂകി മാഞ്ഞോ, പൂമ്പാറ്റയായി നീ ദൂരേക്കകന്നോ, അന്നു മുതൽ ഇവനിലഴകിലൊഴുകും ഒരു സ്നേഹനിഴലാണവൻ, നിറങ്ങൾക്കാവുമോ വെല്ലുവാൻ നിൻമണിച്ചന്തം, അതേതോ മായ